ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധ സഭയുടെ പുളകമായ അഭിമാനമായ ദൈവകൃപയുടെ സമൃദ്ധിയുടെ പ്രതീകമായ കാതോലിക്കാ ദിനം വന്നു ചേരുകയാണ്. പരിശുദ്ധ വലിയ നോമ്പിൽ വിനയപൂർവ്വം കർത്തൃസന്നിധിയിൽ അണയുമ്പോൾ കൃഷ്ണമണി പോലും ഇല്ലാത്ത ഒരുവനെ വഴിയോരത്ത് ഭിക്ഷാടകനായിരുന്നവനെ ഉറ്റുനോക്കുന്ന അവസരത്തിൽ രക്ഷകനായ യേശു ഉറ്റുനോക്കുകയും തൻ്റെ നാവിൽ നിന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ശബ്ദം ഉയർന്നു വരികയും ചെയ്തപ്പോൾ അവൻ ഭിക്ഷാടകനായിട്ടല്ല, രക്ഷകനായ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തപ്പെട്ട മനോഹരമായ ദർശനം നാം കണ്ടെത്തുകയാണ്. ആർഷഭാരതത്തിലേക്ക് തമ്പുരാൻ തന്നെ ആവേശത്തോടെ തൻ്റെ മാർവിൽ സ്പർശിച്ച് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഉച്ചരിച്ച തൻ്റെ വാത്സല്യ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായെ ഭാരതത്തിലേക്ക് അയക്കുകയും ആ പിതാവ് സുവിശേഷം അറിയിച്ച് ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും മേൽപ്പടക്കാരെയും പട്ടക്കാരെയും അധികാരപ്പെടുത്തുകയും ഭാരതത്തിൽ മാത്രമല്ല ചൈനയിലും ഏറ്റവും അവസാനത്തെ അറിവുകളുടെ നിറവിൽ ഒരുപക്ഷെ അമേരിക്കയിലും പോയി സുവിശേഷം അറിയിക്കുകയും ചെയ്ത തൻ്റെ വാത്സല്യ ശിഷ്യൻ്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ആ പിതാവിൻ്റെ നാമത്തിലുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുവാൻ മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷന് ഭാഗ്യം കിട്ടിയ ശുഭമുഹൂർത്തത്തെ അനുസ്മരിക്കുക. വളരെ ഭാഗ്യകരമായും നിറവോടും കാതോലിക്കാ ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ കാതോലിക്കാ ദിനത്തിൻ്റെ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധ വയ്ക്കുകയും അതിൽ കൂടി മലങ്കര സഭയ്ക്കും ആർഷഭാരതത്തിനും ക്രൈസ്തവ സമൂഹത്തിനും ആകമാനം ലഭ്യമായ നൽവരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പാടുവാനും ഈ സഭയെ വീണ്ടും വിനയത്തോടെ കർത്തൃസന്നിധി സമർപ്പിപ്പാനും ഏറ്റവും ക്രിസ്തീയ ഭാഷയിൽ അഭിമാനത്തോടെ ലോകത്തിന് വിളമ്പുവാനും കിട്ടുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള മുഹൂർത്തമാണ്. ഇവിടെ നടപടിയായിട്ട് ലഭിക്കുന്ന അംശങ്ങളൊക്കെയും ദൈവസന്നിധി സ്തോത്രത്തോടെ വേർതിരിക്കുകയും ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടുകയും ചെയ്യുമ്പോൾ ആത്മാഭിമാനത്തോടെ നിറവോടെ അനുസ്മരിക്കുന്ന ഒരു പിതാവിൻ്റെ നാമമാണ് പരിശുദ്ധ വടശ്ശേരിൽ ഗിവർഗീസ് ദിവനാസ്യോസ് മെത്രാപ്പൊലീത്ത. മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് ശോഭിക്കുകയും ദുഃഖങ്ങളുടെ, നെടുവീർപ്പുകളുടെ, വേദനകളുടെ, മരണതുല്യമായ ചുറ്റുപാടുകളുടെ, അടിമത്തത്തിൻ്റെ ഭീകരതയിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് ദൈവകാരുണ്യം അപേക്ഷിച്ച് അത് സമർത്ഥമായിട്ട് സ്വീകരിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ മലങ്കര സഭയെ എങ്ങനെ സജീവമായി നിലനിർത്തേണ്ടോ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അംശങ്ങളിൽ ശക്തി ആർജിക്കുവാൻ എങ്ങനെ സഭയ്ക്ക് സാധിക്കും, ഏറ്റവും അപകടകരമായിട്ടുള്ള അടിമത്തത്തിൻ്റെ ഭാഷയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹവലയത്തിൻ്റെയും വാഡർ എക്യുമെനിക്കൽ ചിന്തകളുടെയും പൂർണ്ണരൂപം തൻ്റെ ചിന്തയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് മലങ്കര സഭയ്ക്ക് സംഭാവന ചെയ്ത ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ ഉത്സാഹവും സമർപ്പണവും ദർശനവും മുഖാന്തരം ലഭിച്ച എല്ലാ നൽവരങ്ങളെയും ഒരുമിച്ച് അനുസ്മരിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന വിലപ്പെട്ട അവസരം കൂടിയാണ്. കാതോലിക്കേറ്റിൻ്റെ സംവിധാനത്തോടു കൂടി മലങ്കര സഭയ്ക്ക് ലഭ്യമായ നൽവരങ്ങളുടെ സമൃദ്ധി എത്രമാത്രം സമൃദ്ധിയോടുകൂടി സ്തോത്രങ്ങളോടുകൂടി നാം അനുസ്മരിക്കേണ്ടു. ആർഷഭാരതത്തിലേക്ക് മാർത്തോമാ ശ്ലീഹ കടന്നു വന്ന ആ പിതാവിൻ്റെ സിംഹാസനത്തിൽ മലങ്കര സഭയുടെ പ്രധാനാധ്യക്ഷൻ കടന്നു വരുവാൻ ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളത് ലോകത്തെ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതും വിശ്വാസികളെ ആവേശപൂർവ്വം ഉയർത്തുന്നതും ആർഷഭാരതത്തിൽ വളരെ കുളിർമയോടെ ആ ചരിത്ര സംഭവത്തെ പുളകമാർന്ന് സ്വീകരിക്കുന്നതുമായിട്ടുള്ള അംശങ്ങളാണ്. അത് ആധികാരികമായിട്ട് ഏറ്റുവാങ്ങുവാൻ ഭാഗ്യകരമായി അവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം അർപ്പിപ്പാനും പരിശുദ്ധാത്മാവിൻ്റെ ആ വ്യാപാരത്തെക്കുറിച്ച്
എന്നെന്നും അയവിറക്കുമ്പോഴെല്ലാം നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന് സ്തോത്രം പാടുവാനും അതെന്തിനു വേണ്ടി നമുക്ക് കൈമാറി എന്നുള്ളത് കൃത്യമായും വ്യക്തമായും ഉൾക്കൊണ്ട് ആ പാതയിൽ ചരിച്ച് അതിനനുസരിച്ചുള്ള വിശിഷ്ടമായിട്ടുള്ള വിഭവങ്ങളുടെ ഉടമയായിരിക്കാനും സ്വർഗരാജ്യത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ആ സിംഹാസനത്തിനും ആ സംവിധാനത്തിനും ആ കൃപകൾക്കും നൽവരങ്ങൾക്കും ദൈവം വേർതിരിക്കുന്ന അംശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ട് ദൈവശരണത്തിൽ പരിപൂർണമായി ശരണപ്പെട്ട് ക്രിസ്തീയ മാർഗത്തിൽ ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി വളരെ ശ്രദ്ധേയമായിട്ടുള്ള തലങ്ങളിൽ നമ്മുടെ ചിന്തകളും ആലോചനകളും സമർപ്പണവും നീക്കി ആ പാരമ്പര്യത്തിൽ തുടരുവാൻ നമുക്ക് സാധിക്കണം. മാർത്തോമാ ശ്ലീഹ ആർഷഭാരതത്തിൽ വന്നിട്ട് ആദ്യം ചെയ്ത വലിയ ശുശ്രൂഷയായി ചരിത്രത്തിൽ നാം രേഖപ്പെടുത്തുന്നത് ഖജനാവിൽ നിന്ന് കൊട്ടാരം പണിയാനായിട്ട് മഹാരാജാവ് കൊടുത്ത പണം മുഴുവനും ഏറ്റവും അർഹരായ പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവിടെ വേദനകളെ പോക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയും മഹാരാജാവിന് ഉയരത്തിൽ കൊട്ടാരം സമ്പാദിക്കാനുള്ള ഭാഗ്യം വേർതിരിക്കുകയും അവരെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി ക്രൈസ്തവ മൂല്യങ്ങളോടുകൂടി ഉയർത്തി സ്ഥാപിക്കുകയും അവരിൽ കൂടി അനേകർ രക്ഷകനായ യേശുവിനെ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിക്കുവാനുള്ള അവസരം ഒരുക്കുകയും ചെയ്ത് അങ്ങനെ തൻ്റെ പരിസര ശുശ്രൂഷയുടെ ഉദ്ഘാടനം നടത്തിയ ആ മഹൽ സംഭവം മുതൽ ഈ കാതോലിക്കേറ്റിൻ്റെ പുനഃസ്ഥാപനം വഴി സഭയ്ക്ക് കൈമാറിയ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള അനുഭവങ്ങൾ പരിശുദ്ധനായ വടശ്ശേരിത്തിരുമേനി കൂടി ലഭ്യമായ നാളുകളിൽ കൂടി കടന്നു പോകുമ്പോഴും ഇന്ന് ആർഷഭാരതത്തിൽ അംഗീകരിക്കപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്രൈസ്തവ സമൂഹം എന്നുള്ള നിലയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭ്യമാകുന്ന ചരിത്രപരമായിട്ടുള്ള സ്ഥാനവും എല്ലാ തലത്തിലുള്ള അംശങ്ങളും ഒരുമിച്ച് ചേർത്ത് കൈമാറുന്ന കാരുണ്യവാൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നന്ദി പറയുവാനും ദൈവം കൈമാറിയ കൃപകൾക്ക് നിരന്തരമായി സ്തോത്രം പാടുവാനും ആ വലിയ അനുഭവങ്ങൾ സ്വന്തമാക്കിയതിൻ്റെ ആഘോഷം നടത്തുന്ന ഈ പരിശുദ്ധ നോമ്പിൻ്റെ നാളുകളിൽ അതിൻ്റെ പൂർണ്ണ ആത്മാവിനെ കണ്ടെത്തി വിനയത്തോടെ സമർപ്പണത്തോടെ അനുതാപത്തോടെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാനും മലങ്കര ഓർത്തഡോക്സ് സഭാ മക്കൾക്ക് സഭയുടെ പ്രധാന മേലധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ കാതോലിക്ക ബാവയുടെ കൂടി കീഴിൽ മലങ്കര മെത്രാപ്പൊലീത്തായോട് ഒപ്പം ചേർന്ന് ഏറ്റവും അനുഗ്രഹമായ സ്തോത്രഗീതങ്ങൾ അർപ്പിക്കാനും നമ്മുടേതായിട്ടുള്ള സമർപ്പണം പൂർത്തീകരിക്കുവാനും സാക്ഷ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അനുഗ്രഹമായിട്ട് നടന്നെടുക്കുവാനുമുള്ള ദൈവ നിയോഗമാണ് കൃത്യമായിട്ട് കാണേണ്ടത്, വ്യക്തമായി നാം ഏറ്റുവാങ്ങേണ്ടത്, ഈ ലോകത്തിൽ സാക്ഷിക്കേണ്ടത്. ആ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിലേക്ക് അന്നും ഇന്നും എന്നും നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു യാഥാർത്ഥ്യമായിരിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തെ പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചൈതന്യപൂർണ്ണമാക്കുകയും പൈശാചികതയിലോ അന്ധകാരത്തിലോ മരണതുല്യമായിട്ടുള്ള പ്രവണതകളിലോ അടിമകളാകുന്നതിലല്ല, ജീവമുള്ള ദൈവത്തെ സ്വാതന്ത്ര്യത്തോടെ അതിരില്ലാതെ മഹത്വപ്പെടുത്തുകയും അനുസരണത്തോടെ അവനെ പിൻഗമിക്കുകയും പരിശുദ്ധന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പരിശുദ്ധ മാതാവിനെപ്പോലെ മാർത്തോമാ ശ്ലീഹായെപ്പോലെ മലങ്കരയുടെ പിതാക്കന്മാരെ പോലെ അവരെ പിന്തുടർന്ന് ദൈവത്തിന് പ്രസാദമുള്ള ലോകത്തിന് പ്രയോജനമുള്ള സഭയ്ക്ക് അഭിമാനകരമായിട്ടുള്ള വളരുന്ന തലമുറയ്ക്ക് മാതൃകയായിട്ടുള്ള അംശങ്ങളിൽ ശ്രദ്ധ വയ്ക്കുവാൻ ഈ നാളുകൾ നമുക്ക് കൂടുതൽ ഭാഗ്യം പകരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മളെ വഴി നയിക്കട്ടെ. കാതോലിക്ക ദിനത്തിൻ്റെ പൂർണ്ണത സ്വന്തമാക്കുന്നതിലും അതുവഴി ക്രിസ്തീയ സാക്ഷ്യം ഉയർത്തിക്കാട്ടുന്നതിലും ദൈവം നമ്മെ ശക്തരാക്കട്ടെ. ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും വിനയപൂർവ്വം നേരുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഭാരത മണ്ണിൻ സംസ്കാരത്തിൽ ഉദിച്ചുയർന്നിടുന്ന പൊൻപുലരിയായി സ്വാതന്ത്ര്യത്തിൻ സുദിനമായെന്നും പരിണമിച്ചിടുന്നീ കാതോലിക്കേ, അണയാതെന്നും ജ്വലിച്ചിടുന്നൊരാ മാർത്തോമാ ശ്ലീഹതൻ സിംഹാസനം
മലങ്കര മണ്ണിൽ തേജസ്സെഴുമാ വിശ്വാസത്തിൻ കാതോലിക്കേ, ഭാരത മണ്ണിൻ സംസ്കാരത്തിൽ ഉദിച്ചുയർന്നിടുന്ന പൊൻപുലരിയായി സ്വാതന്ത്ര്യത്തിൻ സുദിനമായെന്നും പരിണമിച്ചിടുന്നീ കാതോലിക്കേറ്റ്, പരിണമിച്ചിടുന്നീ കാതോലിക്കേറ്റ്, പരിണമിച്ചിടുന്നീ കാതോലിക്കേറ്റ്.